ഹായ് ഫ്രണ്ട്സ്, ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് നോക്കിയ എങ്ങനെ ഹാർഡ് റീസെറ്റ് ചെയ്യാം എന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നോക്കിയ 7.1 ആണത്. നോക്കിയ 7.1 ആണ്. അപ്പോൾ ഇതെങ്ങനെ ഹാർഡ് റീസെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് മൊബൈൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടർ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ഹാർഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ USB കേബിൾ നമ്മളൊന്ന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ജസ്റ്റ് USB കേബിൾ ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഓണായി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് USB കേബിൾ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഒന്ന് ഓണായി വരുന്നുണ്ട്. അപ്പോൾ എന്താ വരുന്നത് നോക്കാം. ചാർജ് ആകുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചാർജ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് പവർ ബട്ടൺ, വോളിയം ബട്ടൺ, വോളിയം അപ്പ് ബട്ടൺ, വോളിയം ഡൗൺ ബട്ടൺ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വോളിയം അപ്പ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഈ പവർ ഓൺ സ്വിച്ച് ഓൺ ചെയ്യുക. പവർ ഓൺ സ്വിച്ച് ഓൺ ആകുമ്പോഴും ഓണായിക്കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ആൻഡ്രോയിഡിൽ നിന്ന് കാണിക്കുമ്പോൾ ഈ പവർ ഓൺ സ്വിച്ചിൻ്റെ ഈ കയ്യിൽ നിന്ന് ഇത് ജസ്റ്റ് വിടുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ വോളിയം അപ്പ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് പിടിക്കുക. എന്നിട്ട് പവർ ഓൺ ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ ആൻഡ്രോയിഡിൽ നിന്ന് കാണിക്കുമ്പോൾ നമ്മൾ പവർ ഓൺ ബട്ടൺ നമ്മൾ കൈ എടുത്തു. ഇപ്പോഴും വോളിയം അപ്പ് ബട്ടൺ കൈ എടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒന്നും കൂടി പവർ ഓൺ ബട്ടണും വോളിയം അപ്പ് ബട്ടണും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ എന്താ വരുന്നത് നോക്കാം. കണ്ടോ? അപ്പോൾ എന്താ ഞാൻ ചെയ്ത് വോളിയം അപ്പ് ബട്ടണും പവർ ഓൺ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്തു. ഇന്ന് ഇത് താഴോട്ട് വരാൻ വേണ്ടിയിട്ട് ഇത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരണം. താഴോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വോളിയം ഡൗൺ ബട്ടണ് പ്രസ് ചെയ്യുക. അപ്പോൾ വോളിയം ഡൗൺ ബട്ടണും അപ്പ് ബട്ടണും പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് വരും. അപ്പോൾ വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് താഴോട്ട് ഉണ്ടാവും. താഴത്ത് ഡൗൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ കാണാൻ പറ്റും വൈപ്പ് ആൻഡ് ഫാക്ടറി കാണാൻ പറ്റുന്നുണ്ടോ? ശരിക്കും വൈപ്പ് ആൻഡ് റീസെറ്റ് എന്നുണ്ട്. അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ പവർ ബട്ടൺ ഓക്കെ ഒന്ന് അടിക്കുക. ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് വൈപ്പ് ഓൾ യൂസർ ഡാറ്റ ഫാക്ടറി റീസെറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വൈപ്പ് ഓൾ യൂസർ ഡാറ്റ ഫാക്ടറി റീസെറ്റ് എന്ന് അടിക്കുക. ഓക്കെ, ഇവിടെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്താ വൈപ്പ് ഓൾ ഡാറ്റ കനോട്ട് ബി അൺഡോൺ. ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഫാക്ടറി റീസെറ്റ് എന്ന് അതിൽ വൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഫോർമാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർമാറ്റിംഗ് ഡാറ്റ ഫിനിഷ്. ഇനി റീബൂട്ട് നൗ എന്ന ഓപ്ഷനിൽ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഫോണിൽ നിന്ന്
റീബൂട്ട് ആവും, കുറച്ച് ടൈം എടുക്കും. ഇപ്പം നമുക്ക് ഫോണ് എങ്ങനെയാണോ പുതിയ ഫോൺ വാങ്ങിയത് അതേ ഒരു സെറ്റിങ്സോട് കൂടിയാവും ഇനി നമുക്ക് ഫോൺ ലഭിക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.